തോപ്പുംപടി BOT പാലത്തിൽ നിന്നും കായലിൽ കാണാതായ പള്ളുരുത്തി കടേഭാഗം സ്വദേശി മുഹമ്മദ് സഫ്രാന്റെ മൃതദേഹം പാലത്തിന്റെ മൂന്നാമത്തെ തൂണിന് സമീപത്ത് നിന്നും മത്സ്യത്തൊഴിലാളികൾ കണ്ടെടുത്തു. 11-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടെ തന്റെ കൂട്ടുകാരെ ഫോണിൽ വിളിച്ചറിയിച്ചതിന് ശേഷം പാലത്തിൽ നിന്നും കായലിലേക്ക് ചാടുകയായിരുന്നു സഫ്രാൻ. കൂട്ടുകാർ പിന്നാലെ ഓടിയെത്തിയെങ്കിലും സഫ്രാനെ രക്ഷിക്കുവാൻ സാധിച്ചില്ല. പള്ളുരുത്തി അർപ്പണ റോഡിൽ കരീംപള്ളി റഹീമിന്റെയും ഷൈജയുടെയും 5 മക്കളിൽ രണ്ടാമനാണ് സഫ്രാൻ. മട്ടാഞ്ചേരി ഗുജറാത്തി കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. തോപ്പുംപടി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പള്ളുരുത്തിയിൽ മൃതസംസ്കാരം നടക്കും. 3 ദിവസക്കാലം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും നേവിയും മത്സ്യത്തൊഴിലാളികളും അശ്രാന്തം പരിശ്രമിച്ചുവെങ്കിലും മൃതദേഹം കണ്ടെത്തുവാൻ സാധിച്ചില്ല. എന്നാൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടെയാണ് തോപ്പുംപടി BOT പാലത്തിന്റെ മൂന്നാമത്തെ തൂണിന് സമീപത്ത് നിന്നും മത്സ്യത്തൊഴിലാളികൾ സഫ്രാന്റെ മൃതദേഹം കാണുന്നത്. തലേന്ന് ഇപ്പൊ നമ്മളവിടെ വല നീട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആള് പാലത്തിന്റെ 2-ാം കാലിന്റെ അകത്തുനിന്ന് പൊങ്ങി വരികയാണ് ചെയ്തത്. അങ്ങനെ വള്ളത്തെ പിടിച്ച് പൊക്കി നികത്തി കയറ്റി BOT പാലം കടവിൽ കൊണ്ടുവന്ന് കയറ്റിയിട്ടുണ്ട് ആളെ. ഇന്നലെ മുഴുക്കനും ഇന്നലെ രാവിലെ ഇറങ്ങിയിട്ട് വള്ളങ്ങളെല്ലാം ഇറങ്ങിയിട്ട് വൈകുന്നേരം 7 മണിയായി വള്ളങ്ങളെല്ലാം കൊണ്ടുവന്ന് കെട്ടിയപ്പോൾ വീണ്ടും ഇന്ന് 7 മണിക്ക് വള്ളങ്ങളെല്ലാം കൂടി ഇറങ്ങി വള്ളങ്ങൾ കൊണ്ടുവന്ന് 2 മണിയായപ്പോൾ കെട്ടി വെച്ചേക്കും. 2:30-3 മണിയായപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഒരു പെട്ടൻ വല നീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വലമേ പൊങ്ങി അത് പാലക്കാലിൻ്റെ അടിയിൽ നിന്ന് പൊങ്ങി വരികയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് വള്ളക്കാരെല്ലാം വിളിച്ച് ചെന്ന് പൊക്കി BOT പാലത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് കയറ്റി. മറ്റൊരു വാർത്തയുമായി കാണാം. റിഡ്ജൻ ഡബല്ലോ, ന്യൂസ് ടുഡേ, തോപ്പുംപടി.